सहनौ भुनस्तु सह वीर्यं करवावहै तेजस्विनामधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः।
അല്പമെങ്കിലും അതിൻ പ്രഭാപുരം സൽപ്പതേരുൾ തുരന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നും ഉൽപ്പതിച്ചു തിരുമയിലെത്തണേ തേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലമാല തന്നിലും ഹേമവീഗ്രഹമരീചി തേടുമീ കോമള പ്രഭ തിളങ്ങണേ വിഭോ മാറ്റി നിൻ മുഖര സമ്മറച്ചതിൽ പോറ്റി പുൽക്കരുതു തൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെയും കാത്തിലാടരുതു നിൻ ശിഖാഞ്ചലം തീർത്തി നിന്നൊളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടായെങ്കിലും എരിഞ്ഞു മേത്തുമേൽ നേർത്തതീശമിരിയഞ്ചിടുന്നതിൻ കൂട്ടി മുൻപു നിഴങ്ങി നിൽക്കണേ. നമസ്തേ. യാദവേദത്തെ സുനവാമശ്വമരാദിയതോദഹാദിവേദ സനപർഷദുർഗാണി വിശ്വനാഥോ സുന്ദം ഗുരുസ്യഗ്നിഃ. ഓം ശാന്തി ശാന്തി ശാന്തി. രംഗമാമോ ശിക്ഷയായ മഹാദേവായ പ്രചോദയാദം. ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹംസാഭ്യാം പരിവൃത്തപത്രകമലൈർദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണം അനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകം ആദ്യന്തൈകമഖണ്ഡജിഘ്നരസം പൂർണ്ണം അനന്തം ശിവം പ്രത്യക്ഷാക്ഷരങ്ങളും മായയും നിന്മഹിമയും നീയല്ലോ സൃഷ്ടിയും നീയല്ലോ സൃഷ്ടിക്കുള്ള നീയല്ലോ മായയും മായാവിനോദൻ നീയല്ലോ മായെനിക്ക് സായുജ്യം നൽകുവാൻ നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനം ഭൂതം ഭാവിയും അകമും പുറവും തിങ്ങും മഹിമാനന്ദം പുകഴ്ത്തുന്നു ഭഗവാനേ. ജയിക്കുക മഹാദേവ ശ്രീരാമചന്ദ്രായ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേറും ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യജ്യോതി പരാത്പരം ഗുരുജ്യോതി സ്വയം ജ്യോതിരാത്മജ്യോതി ശിവോസ്മി. ഓമന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യജ്യോതി പരാത്പരം ജ്യോതിർജ്യോതി സ്വയം ജ്യോതിരാത്മജ്യോതി ശിവോസ്മി. ഓമന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യജ്യോതി പരാത്പരം ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മി. ഓം ശാന്തി
കളരി പഠിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, നമുക്ക് സ്വന്തം ആത്മധൈര്യം ലഭിക്കാനും എവിടെയും കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാകും എന്നാണ് കളരിയെ കുറിച്ച് പോകാൻ പറഞ്ഞത്. കളരി പഠിക്കണമെല്ലാവരും, പക്ഷേ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, നമുക്ക് ആത്മധൈര്യം ലഭിക്കും, എവിടെയും കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാകും. സ്വാമിജി കളരി പഠിച്ച ആളാണെന്ന് വന്നപ്പോഴേ പറഞ്ഞു. അങ്ങനെ സ്വാമിജി ഈ സനാതന ധർമ്മത്തിലേക്ക് വരികയും, അപ്പോൾ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പല ജാതിക്കാർക്കും എല്ലാവർക്കും, മനുഷ്യരായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ആവശ്യമുള്ള സ്ഥാനമാണ് ഗുരുദേവൻ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു 64 കൃതികൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കൃതികളെല്ലാം നമ്മളുടെ ഹിന്ദു സമൂഹം അത് പഠിക്കാതെ പോയി. കാരണം കൃത്യമായ ടൈം ടേബിൾ ഭഗവാൻ നമുക്ക് എഴുതി, സിലബസ് നമുക്ക് എഴുതി തന്നിട്ടുണ്ട് ഭഗവാൻ. അത് ഗുരുധർമ്മത്തിലൂടെയും 64 കൃതികളിലൂടെയും ഭഗവാൻ നമുക്ക് വിരാജിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പഠിക്കാനുള്ള സമൂഹം ഇന്ന് കോർപ്പറേറ്റ് യുഗത്തിന് സാധിക്കാതെ പോയി. അത് പഠിക്കുമെങ്കിൽ, കളരിയുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കുമെങ്കിൽ, ധർമ്മം പഠിക്കുമെങ്കിൽ വളരെ ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നമുക്ക് തലമുറയ്ക്ക് കിട്ടും. ഈ കോർപ്പറേറ്റ് യുഗത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനും സാധിക്കും. അപ്പോൾ സ്വാമിയുടെ വാക്കുകളാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സംസാരിക്കുന്നില്ല. ഞാനൊരു കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വിശിഷ്ടാതിഥിയായ നമ്മുടെ സ്വാമിജി ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും അളിയൻ്റെ പേരിലും സ്വാഗതം, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതമാണ്. പിന്നീട് നമ്മുടെ ഒരു സഹോദരൻ ബ്രഹ്മകുമാരിസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ഈ ധർമ്മമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ബ്രഹ്മകുമാരി നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ, നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ, നിന്മന്ദഹാസമാം ബോധനിലാവിൽ, നിന്മന്ദഹാസമാം ബോധനിലാവിൽ എൻ മന കണ്ണുകൾ വിടരട്ടെ, മനസ്സിലുണരു ഉഷസന്ധ്യയായി കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ, കലയുടെ വർണ്ണങ്ങൾ പകരൂ, കേളി കലയുടെ തരംഗമാല, കേളി കലയുടെ തരംഗമാല, കേഴുന്നടിയനിൽ കുടികൊള്ളേണം, മനസ്സിലുണരുസന്ധ്യ പുസ്തകരൂപത്തിൽ ആയുധരൂപത്തിൽ പുണ്യവതി നിന്നെ കൈതൊഴുന്നേൻ, പുണ്യവതി നിന്നെ കൈതൊഴുന്നേൻ, അഴകായി വീര്യമായി ആത്മസംതൃപ്തിയായി കേഴുന്നടിയനിൽ കുടികൊള്ളേണം, മനസ്സിലുള്ളൊരു ഉഷസന്ധ്യ മായാമോഹിനി സരസ്വതി, നാദസരസിലെ നവരത്ന വീണയിൽ, നാദസരസിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ, മനസ്സിലുണരു ഉഷസന്ധ്യ. വരാൻ കഴിഞ്ഞ ഒരു വലിയ സൗഭാഗ്യമായി കരുതുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് പറഞ്ഞാൽ ഒന്ന് കളരിയിൽ കാലുവെക്കുന്നത്. എനിക്ക് ആ സംസ്കാരത്തിലൂടെ ജീവിച്ചു പോയ ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ആവേശമാണ് എനിക്ക് പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ശരീരമുള്ളവരാണ്. പക്ഷേ എല്ലാവരും ആരോഗ്യം ആസ്വദിക്കുന്നുണ്ടോ? വേണ്ടോട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ആരും ആസ്വദിക്കുന്നു അല്ലേ? ശരീരത്തിനൊരു ആരോഗ്യമുണ്ട്, ഒരു പവറുണ്ട്, ഒരു
രസവും അത് അനുഭവിക്കാൻ ചെറിയ കാര്യമല്ല. എനിക്ക് പറഞ്ഞാൽ കളരിയിലൊന്ന് ഇറങ്ങി ഒന്ന് ചോട് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വാമാകുമ്പം പല്ലും മൂക്കൊക്കെ ഒന്ന് തട്ടായിരിക്കും. അപ്പോൾ ശരീരം മുഴുവൻ ഒന്ന് എന്താ പറയുക ഒന്ന് ചലിക്കാം. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനാണെന്നും ഇത് ശരീരമാണെന്നും ഇതിനകത്തൊരു മനസ്സുണ്ടെന്നും ബുദ്ധിയുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ഈ സന്യാസിമാരുടെ ഈ സംഗമം, അതായത് ധർമ്മസന്ദേശ യാത്രയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി സന്യാസിമാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സനാതന ധർമ്മത്തിനെ ഏതേത് കോണുകളിൽ നിന്നുകൊണ്ട് എങ്ങനെയെല്ലാം ഉദ്ധരിക്കാമെന്ന്. കാരണം സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ട വിശ്വാസികൾ ഇന്ന് പല തട്ടിലാണ്. അപ്പോൾ അവരെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് വർഷങ്ങളായിട്ടുള്ള ചിന്തകളാണ് മാതൃദർശക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ നമ്മൾ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നു. നാം നമ്മുടെ പഴമയിലേക്ക് തിരിച്ചു പോവുക. നാം നമ്മുടെ സ്വത്വം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ ചെറിയ ചെറിയ സൗഭാഗ്യങ്ങളെന്ന് കരുതപ്പെടുന്ന ഭോഗ രസങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ ധാരണ ഒരു നല്ല ജോലിയും കുറച്ച് കാശും ഒരു വാഹനവും ഒരു സുന്ദരിയായ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സുന്ദരനായ ഭർത്താവും ഉണ്ടെങ്കിൽ ജീവിതമെല്ലാം ആയെന്ന് ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളുടെ പോക്ക്. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ സംസ്കാരം എന്ന് അവർ പഠിപ്പിച്ച് നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലേ വേണ്ടത്. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് സാധാരണ എഴുന്നേറ്റ് ഉറക്കവും എഴുന്നേക്കും. സാധാരണ എന്താ ചെയ്യുക? വളരെ പിടിക്കാൻ കുട്ടികളൊക്കെ എല്ലാവരും അങ്ങ് പോയോ? അപ്പോൾ കളരി നമ്മൾ രാവിലെ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആചാര്യന്മാരെ പഠിപ്പിക്കുന്നത് ഇടത്തോട്ട് തിരിഞ്ഞിടക്കാനാണ് പഠിപ്പിക്കുക. ശരിയല്ലേ? ആണോ അല്ലേ? ഒന്നും മിണ്ടുന്നില്ലേ? അല്ലേ? അതെ. ഇടത്തോട്ട് തിരിഞ്ഞിടന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റായി വരുവാൻ വേണ്ടി ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സർക്കുലേഷനെല്ലാം കൃത്യമായി ആയ ശേഷം നമ്മൾ വലത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞിടന്ന് സാവകാശം എഴുന്നേറ്റിരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ സാധാരണ ഗുരുവിനെയും ദൈവത്തെയും ധ്യാനിക്കാനാണ് അല്ലേ? ഇന്ന് അങ്ങനെ ആരും ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? കിടന്നുറങ്ങുമ്പോഴേ തന്നെ മെഡിസിൻ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. എന്താ കാര്യം? നിത്യരോഗികളാണ് ഭൂരിഭാഗം ജനങ്ങളും. ശരിയല്ലേ? എന്താ കാരണം? ഓവർ ടെൻഷൻ അല്ലേ? പിന്നെയോ പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരങ്ങളല്ല കഴിക്കുന്നത്. എല്ലാം കൃത്രിമത്വമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിലടങ്ങി അവനവൻ്റെ ആരോഗ്യവും നഷ്ടപ്പെട്ട് മനസ്സും മടുത്ത് ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഉള്ള ജനങ്ങളുടെ അവസ്ഥ. അപ്പം അതിൽ നിന്നും നമ്മൾ മോചിതനാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഗുരുക്കന്മാർ, ഭാരതീയ ഗുരുക്കന്മാർ നമുക്ക് ഒരുപാട് സംസ്കൃതി, ഒരുപാട് സംസ്കാരങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ. അതൊക്കെ നമ്മളിലും നമ്മുടെ മക്കളിലും വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം വളരെയേറെ വൈകിയിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഗുരുവിനെയും ഗണപതിയെയും നമ്മുടെ ദൈവങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട് പിന്നെ കരങ്ങൾ രണ്ടും നന്നായിട്ട് കൂട്ടി ഉരച്ചുകൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതവും ഗോവിന്ദ ചിലർ ഗൗരി ഇങ്ങനെ ചൊല്ലുന്നവരുണ്ടാവും. കരങ്ങളിൽ ഇതെല്ലാം ദർശിച്ചുകൊണ്ട് ഈ 3 വിരൽ കൊണ്ട് ഭൂമിയിൽ തൊട്ടിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം ഭൂമിയിലേക്ക് പാസ് ചെയ്ത് നമ്മുടെ വലത്ത് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടി അമ്മയോട് ക്ഷമാപണം ചെയ്യുക അല്ലേ? ക്ഷമാപണം ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ ശൗചാദി കർമ്മങ്ങൾ ചെയ്യുന്നത്. ശൗചാദി കർമ്മങ്ങൾ ചെയ്യുമ്പോഴായാലും കൊള്ളാം, പല്ല് തേക്കുമ്പോഴായാലും മന്ത്രം ഉണ്ടാകും, കുളിക്കുമ്പോഴാണെങ്കിലും മന്ത്രമുണ്ട്. എല്ലാം ഓരോ മന്ത്രങ്ങളിലൂടെയാണ് പോകുന്നത്. പല്ല് തേക്കുമ്പോഴാണെങ്കിലും കൊള്ളാം, ക്ലീൻ കാമദേവായ എന്ന് ജപിച്ചുകൊണ്ട് പല്ല് തേക്കണമെന്നാണ്. കാരണം എന്താ? നാം നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാവരുടെയും ധാരണ എല്ലാവരുടെയും കണ്ണിലാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരവർ തോന്നും ഞാൻ തൊട്ടിരിക്കുന്ന ഒരു പൊട്ടിലാണ് അടങ്ങിയിരിക്കുന്നതൊക്കെ ധാരണയുണ്ട്.
അല്ലെ സ്ത്രീകൾ വിചാരിക്കും അവരുടെ കമ്മലിലും മാലയിലാണെന്ന്. ഒന്നിലും അല്ല വശ്യത ഇരിക്കുന്നത്. നമ്മുടെ മുഖത്ത് വശ്യത എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? കുറച്ചുകൂടെ ശരിയിലാണ്. പക്ഷെ അത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയാലോ ഒരു മനുഷ്യന്റെ വശ്യത എവിടെ ഇരിക്കുന്നത്? പല്ലിലാണ് ഇരിക്കുന്നത്. മനസ്സിലായി? ഈ ക്ലീങ്കാരശക്തി എന്നുള്ളത് പല്ലിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചുണ്ട് തുറന്ന് നമ്മൾ ചിരിക്കുമ്പോൾ ആ ക്ലീങ്കാരശക്തിയാണ് പുറത്തേക്ക് വരുന്നത്. ആ ക്ലീങ്കാരശക്തിയാണ് പല്ലിൽ അമർത്തി തേക്കുമ്പോൾ ക്ലീൻ കാമദേവായ നമയെന്ന് ജപിച്ചുകൊണ്ട് പല്ല് തേക്കാൻ പറയുന്നതിന് കാരണമൊന്നുമില്ല. അപ്പോൾ സാധാരണ നമ്മളിന്നും നമ്മുടെ സംസ്കാരത്തെ എനിക്ക് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വിചാരിക്കും ലിപ്റ്റിക്കിട്ട ചുണ്ടുകളിലേക്ക് എല്ലാവരും നോക്കുന്നത്. ലിപ്റ്റിക്കിട്ട ചുണ്ടുകൾ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊരാളിരിപ്പുണ്ട്. നല്ല ചെറുതാ അല്ലേ, നല്ല ഗ്ലേസിങ്ങോട് കൂടി പല്ലിരിക്കും. ഈ അസ്ഥിയിലാണ് വശ്യതയുള്ളത്. അപ്പം അതുകൊണ്ട് അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? നാവ് പഠിച്ച് മുഖം കഴുകി പിന്നെ കുളിക്കുമ്പോഴാണെങ്കിലും കൊള്ളാം. സപ്തസിന്ധുക്കളെ ആവാഹിച്ചിട്ട് വേണം എല്ലാവരും കുളിക്കാൻ. ഓം ഗംഗേ ജയമുനേ ജയ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേശ്വരി സന്നിധി കുറിപ്പ് നമ്മളെല്ലാവരും ബാത്റൂമിലേക്കാണ് കുളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ബക്കറ്റിനകത്ത് 3 പ്രാവശ്യം ഇങ്ങനെ ഈ സപ്തസിന്ധുക്കളെ സ്മരിച്ച് ബക്കറ്റ്